ലോകമെമ്പാടും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോൾ കാണുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളുണ്ടാകാം. ജപ്പാനിലും റഷ്യയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ സുനാമി തിരമാലകൾ എന്നത് 2025 ജൂലൈ 30-ന് റഷ്യയുടെ കാംചട്ക പെനിൻസുലയുടെ തീരത്ത് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വ്യാപകമായ പരിഭ്രാന്തി സൃഷ്ടിച്ചു. മെഗാട്രസ്റ്റ് ഭൂകമ്പം എന്ന് തരംതിരിച്ചിരിക്കുന്ന ഈ ഭൂകമ്പം പെട്രോപാവ്ലോവ്സ്ക് കാംചട്കയുടെ കിഴക്ക് തെക്കുകിഴക്കായി ഏകദേശം 119 കിലോമീറ്റർ അകലെ ഏകദേശം 19 മുതൽ 20 കിലോമീറ്റർ ആഴത്തിലാണ് ആരംഭിക്കുന്നത്. ലോകത്തെ വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാംചട്ക ഉപദ്വീപ്. ഇവിടെയാണ് ലോകത്തെ നടുക്കിയ ഭൂകമ്പം ഉണ്ടായത്. 1952 ശേഷം ഈ മേഖലയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണിത്. നിരന്തരമായ ഭൂകമ്പങ്ങളുടെ നീണ്ട ചരിത്രമുള്ള പ്രദേശമാണിത്. പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ അഥവാ ഭൂപ്രളയങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്ന ഇടം എന്ന മേഖലയിലാണ് കാംചട്ക സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളൊന്നാണിത്. ടെക്ടോണിക് അസ്ഥിരമായ പ്രദേശമായ റിംഗ് ഓഫ് ഫയറിലാണ് ഭൂകമ്പം ഉണ്ടായതെന്നതും പ്രശ്നത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. എന്താണിത്? പസഫിക് സമുദ്രത്തിന്റെ അരികുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള മേഖലയാണ് റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുക. അവിടെ നിരവധി ടെക്ടോണിക് പ്ലേറ്റ് അതിരുകൾ കൂടിച്ചേരുകയും ഭൂമിയിലെ അതായത് ഭൂമിശാസ്ത്രപരമായി ഏറ്റവും സജീവമായ പ്രദേശങ്ങളൊന്നായി ഇതിനെ മാറ്റുകയും ചെയ്യുന്നു. ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ അതായത് 25,000 മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് റഷ്യ, ജപ്പാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ന്യൂസിലാൻഡ്, ചിലി, മെക്സിക്കോ, കാനഡ, US-ന്റെ അലാസ്ക ആൻഡ് വെസ്റ്റ് കോസ്റ്റ് എന്നിവയുൾപ്പെടെ 15-ലധികം രാജ്യങ്ങളെ സ്പർശിച്ചു പോകുന്നവയാണ്. ലോകത്തിലെ സജീവമായ അഗ്നിപർവ്വതങ്ങളുടെ 75%, ലോകത്തിലെ ഏകദേശം 90% ഭൂകമ്പങ്ങളും സംഭവിക്കുന്നത് ഇവിടെയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊന്നിനിടയിലേക്ക് തെന്നിമാറുകയും തീവ്രമായ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സബ്ഡക്ഷൻ സോണുകളാണ് ഇതിന് കാരണം. ഭൂമിയിലെ ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന സബ്ഡക്ഷൻ സോണുകൾ ഈ റിംഗ് ഓഫ് ഫയറിൽ ഉൾപ്പെടുന്നവയാണ്. ഉദാഹരണത്തിന് 2011-ൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പവും മാഗ്നിറ്റ്യൂഡ് 9.0 ആയിരുന്നു അന്ന് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. ഇത് അന്ന് ഭൂകമ്പത്തിന് പുറമെ സുനാമിയും ഉണ്ടായി. 18,000-ഓളം ആളുകളാണ് അന്ന് മരണപ്പെട്ടത്. ഒരു സബ്ഡക്റ്ററിംഗ് പ്ലേറ്റ് പെട്ടെന്ന് മാറുമ്പോൾ അത് വലിയ അളവിൽ സമുദ്രജലത്തെ സ്ഥാനഭ്രഷ്ടമാക്കുകയും മുഴുവൻ സമുദ്രപ്രദേശത്തെയും അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സുനാമി തിരമാല ഉണ്ടാക്കുകയും ചെയ്യും. അത് ഒരു പക്ഷേ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ വരെ വളരെ വിനാശകരമായ തിരമാലകൾ സൃഷ്ടിക്കാനും കാരണമാകും. വളരെ ഭീമാകാരവും അസ്ഥിരവുമായ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ഈ പ്രദേശം എന്ന് ചുരുക്കം. അതിനോട് ചേർന്ന് നടക്കുന്ന അല്ലെങ്കിൽ അതിനുള്ളിലുള്ള പ്രദേശങ്ങളിൽ ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ നിരന്തരമായൊരു അപകട സാധ്യതയെ നിലനിൽക്കുന്നുമുണ്ട്. ഈ പ്രദേശത്തെ അതിശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് റഷ്യൻ തീരങ്ങളിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചതായ റിപ്പോർട്ടുകൾ വന്നത്. ഭൂകമ്പം മാപിനിയിൽ 8.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിലുണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ റഷ്യയിലെ സെവറോഖുറിൽസ്ക് മേഖലയിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ജപ്പാന്റെ തീരപ്രദേശങ്ങളിൽ 1.3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ എത്തി. ഇവാറ്റെ, മിയാഗി, ഫുകുഷിമ പ്രിഫെക്ചറുകളിൽ സർക്കാർ ഒഴിപ്പിക്കൽ അഥവാ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒഴിപ്പിക്കാനുള്ള. പ്രിഫെക്ചറിലെ ഒഴിപ്പിക്കൽ സമയത്ത് ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഫുകുഷിമ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടമൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. US-ലും ആശങ്കകൾ പടരുന്ന സാഹചര്യമാണ്. ഹവായിൽ സുനാമി തിരമാലകൾ 1.7 മീറ്ററിൽ എത്തിയതിനാൽ വിമാനത്താവളം അടച്ചിടലും തീരദേശം ഒഴിപ്പിക്കുന്നതുമൊക്കെ നിർബന്ധിതമാവുന്നുണ്ട്. ഫ്രഞ്ച് പൊളിനേഷ്യ ആൻഡ് മാർക്വേസസ് ദ്വീപുകളിൽ 2.5 മീറ്റർ വരെ തിരമാലകൾ ഉയർന്ന് വരുന്ന സാഹചര്യമുണ്ടായി. പസഫിക് അമേരിക്കയിൽ അഥവാ ചിലി, പെറു, ഇക്വഡോറിയൽ, ഗാലപ്പഗോസ് ദ്വീപുകളിൽ തീരദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. വടക്കേ അമേരിക്ക, കാലിഫോർണിയ, ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റിംഗ് ഓഫ് ഫയർ മേഖല മനുഷ്യന്റെ മനസ്സമാധാനത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ വലിയൊരു സുനാമിയെ അതിജീവിച്ചൊരു നാടാണ്. എന്തായാലും ശക്തമായ ഭൂകമ്പത്തിനും ഇനിയും സുനാമിക്കുമുള്ള മുന്നറിയിപ്പ് ശാസ്ത്രജ്ഞർ നൽകുന്നുണ്ട്. ശക്തമായ തുടർചലനങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പോലെയുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ ക്ലൂച്ചെസ്കോയ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്ന് ചാരം വമിക്കുകയും ഒക്കെ ചെയ്തത് രക്ഷാപ്രവർത്തനത്തെ സങ്കീർണമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ മരണങ്ങൾ ഉണ്ടാവാത്തത് ആശ്വാസം തന്നെയാണ്. പക്ഷേ ആശ്വസിക്കാൻ വകയില്ല. കാരണം റിംഗ് ഓഫ് ഫയർ അത്രയധികം പ്രശ്നബാധിതമായ മേഖലയാണ്. തുടർ ചലനങ്ങളും ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.